ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു ടേസ്റ്റി സിമ്പിൾ വെജിറ്റബിൾ കറിയാണ്. അത് നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാൻ അതിലേക്ക് 2 സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഉള്ളി പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കറി വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് ഇഞ്ചി ചതച്ചെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു 3 തൊട്ട് 4 അല്ലെങ്കിൽ 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ. പിന്നെ ഈ സമയത്ത് നമുക്കതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കറിക്ക് ഒരുപാട് മസാലയൊന്നും ചേർക്കുന്നില്ല, വളരെ കുറച്ച് മസാലയേ ഉള്ളൂ. പിന്നെ ഞാൻ ഇവിടെ ചേർക്കുന്ന 1 ടേബിൾ സ്പൂണോളം ഗരം മസാലയാണ്. ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മസാല വേണേൽ ചേർക്കാവുന്നതാണ്. മീറ്റ് മസാല വേണ്ടവർക്ക് മീറ്റ് മസാല ചേർക്കാം. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 തക്കാളി കൊത്തി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതായത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് ഒരു 2 തൊട്ട് 3 മിനിറ്റ് വരെ നന്നായിട്ട് ഇളക്കി കുക്ക് ചെയ്തെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഈ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡായി കിട്ടണം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള അത്രയും പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എരിവനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ 100 ml വെള്ളമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് തിന്നായിട്ടുള്ള ഗ്രേവിയല്ല വേണ്ടത്, തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളം അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഒരു 2 തൊട്ട് 3 വരെ നന്നായിട്ട് കുക്ക് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം ടേസ്റ്റ് നോക്കുക. ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ എടുക്കുന്നത് 250 ml കട്ട തൈരാണ്. അത് അധികം പുളിയില്ലാത്ത തൈരാണ്. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. മിക്സിയിലല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് സ്പൂൺ ഇട്ടൊന്ന് ഉടച്ചെടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ തക്കാളിക്ക് പുളിയുള്ള തക്കാളിയാണെങ്കിൽ 2 തക്കാളി ചേർക്കേണ്ട, തക്കാളിയുടെ എണ്ണം കുറയ്ക്കാം. എന്നിട്ട് നമുക്ക് തൈര് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്നിടം വരെ നന്നായിട്ട് ഇളക്കി ഒന്നുകൂടെ ഇത് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇനി ചേർക്കുന്നത് മേത്തിയാണ്, അതായത് ഉലുവയുടെ ഇല. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആ ഉലുവയുടെ ഇല ഇവിടെ ചേർത്താൽ മതി. പക്ഷേ എനിക്ക് ഉലുവയുടെ ഇല ഇഷ്ടമാണ്, കറിക്കകത്തിടുമ്പോൾ അത് പ്രത്യേക ഒരു ഫ്ലേവറാണ്. ഇനി അതല്ല, ഉലുവയുടെ ഇല ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് സാധാരണ കറിക്ക് കടുക് പൊട്ടിച്ചൊഴിക്കുകയല്ലേ, അതുപോലെ താളിച്ചൊഴിച്ച് വാങ്ങാവുന്നതാണ്. ഇപ്പം തൈരൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നിടം വരെ നമ്മൾ ചൂടാക്കിയെടുക്കണം. അതിലേക്ക് ഞാൻ മേത്തിയുടെ ഇല കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തിരുമ്മിയിട്ട് കൊടുത്തു. അതിനുശേഷം ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഒരുപാട് നേരം ഇനി കുക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. അപ്പോൾ കറിയെല്ലാം നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഈ കറി ഉണ്ടല്ലോ, ചപ്പാത്തിക്ക് കൂട്ടാനാണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ പൂരിക്കാണെങ്കിലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. ഒരുപാട് പുളിയുമില്ല, അധികം എരിവുമില്ല, പക്ഷേ നല്ല ക്രീമി ടെക്സ്ചറായിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ്. അതുകൊണ്ട് ഈസി ആയിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ കുറച്ച് സാധനങ്ങളും കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കറിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് കറി ലൈഫ്.